ഹായ് മക്കളെ, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് റീനീറ്റിന് ഒരു സാധ്യത എത്തി, അങ്ങനെ ഒരു ചാൻസ് ഉണ്ടായി. അപ്പൊ നമ്മൾ ഇനി അതിന്റെ നെഗറ്റീവ് തോട്ട്സിലേക്കൊന്നും പോകണ്ട. നമുക്ക് ഇനിയുള്ള സമയം മാക്സിമം അടിപൊളിയായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. എൻ്റെ പേര് രജീഷ് രാധാകൃഷ്ണൻ. എല്ലാവരെയും ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലത്തിന്റെ ഈ ക്ലാസ്സിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു. നമുക്ക് ഇനിയും കിട്ടുന്ന ഒരു 30 ഡേയ്സ് അത് പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് എല്ലാ ചാപ്റ്ററും, ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ബയോളജിയിലെയും മുഴുവൻ ചാപ്റ്ററും നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ട് ഈ റീനീറ്റ് എക്സാം അപ്പിയർ ചെയ്യുകയുള്ളൂ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പ്ലസ് ടുവിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്കത് അടിപൊളിയായിട്ട് പഠിക്കാം. നമ്മൾക്ക് ക്ലാസിന്റെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ക്ലാസിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഏകദേശം 1 അവർ ആണ്. അപ്പൊ നിങ്ങൾക്കറിയാം, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം വലിയ ചാപ്റ്റർ ആണ്. ഒരുപാട് കോൺസെപ്റ്റുകളുണ്ട്. അപ്പൊ ഞാൻ കോൺസെപ്റ്റുകൾ ആധികാരികമായി ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനിലേക്ക് പോവുകയില്ല. അതിന്റെ ഒരു ടോപ്പിക് അവയർനെസ് ഒക്കെ തന്ന് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ്, കോൺസെപ്റ്റ്, ഐഡിയാസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി കുറെ നല്ല ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ നീറ്റിനൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കൂടെ പ്രാക്ടീസ് ചെയ്ത് പോകാനാണ്. ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഈ ചാപ്റ്ററിന്റെ ആദ്യം നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക് ചാർജസ് ആണ്. 2 ടൈപ്പ് ചാർജസ് ഉണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ്. അതിന്റെ വാല്യൂസ്, മാസ്, കാര്യങ്ങളെല്ലാം നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. അതുപോലെ ഒരു ബോഡി, ഇപ്പൊ ഏതൊരു ബോഡി എടുത്താലും അതൊരു ന്യൂട്രൽ ബോഡി ആണെന്നും, കാരണം ബിക്കോസ് അതിൽ എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടോ അത്ര നമ്പർ ഓഫ് പ്രോട്ടോൺ ഉണ്ടെന്നുള്ള ആ ഐഡിയയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, ചാർജിന്റെ യൂണിറ്റ് കുളമ്പാണ്. അതിന്റെ SI യൂണിറ്റ്, അതേപോലെ തന്നെ നമുക്ക് ഡയമെൻഷണൽ ഫോമിൽ എഴുതാനൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഞാൻ ഇതൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു വിടുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ്. വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. ഫസ്റ്റ് വൺ, അഡിറ്റിവിറ്റി ഓഫ് ചാർജ്. അതായത് സ്കെലാർ അഡീഷൻ പോലെ ചാർജുകളെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. 5 കുളമ്പും 3 കുളമ്പും കൂടെ ആഡ് ചെയ്താൽ അത് 8 കുളമ്പാണ്. ഇനി അത് പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇപ്പൊ 5 കുളമ്പും -2 കുളമ്പും കൂടെ ആഡ് ചെയ്താൽ 5 - 2 അത് 3 കുളമ്പായിട്ട് മാറും. അപ്പൊ അതാണ് അഡിറ്റിവിറ്റി ഓഫ് ചാർജ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. ഇവിടെ ഞാൻ എക്സാമ്പിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. അവിടുത്തെ ഇൻഡിവിജ്വൽ ചാർജുകളുടെ ടോട്ടൽ സം എടുത്താൽ ആ ബോഡിയുടെ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ കൺസർവേഷൻ ഓഫ് ചാർജ്, നിങ്ങൾക്കറിയാം ചാർജ് കനോട്ട് ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞ ഐഡിയ അറിഞ്ഞിരിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ചാർജ് ഈസ് ഓൾവേസ് ക്വാണ്ടൈസ്ഡ്. ചാർജ് എന്ന് പറയുന്ന ഒരു ബോഡിയുടെ ചാർജ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ബേസ് ചാർജ് ആണ്. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. Q = ± NE. എന്ന് പറയുന്നതാണ് ബേസിക് യൂണിറ്റ് ഓഫ് ചാർജ്. അപ്പം ഒരു ബോഡിയുടെ ചാർജ് എടുത്തു കഴിഞ്ഞാൽ E എന്ന് പറയുന്ന ഒരു സിംഗിൾ ചാർജ് ഉണ്ട്, E എന്ന് പറയുന്ന ഒരു സിംഗിൾ ചാർജ് എക്സിസ്റ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ 2E എന്ന് പറയുന്ന ഒരു ചാർജ് എക്സിസ്റ്റ് ചെയ്യാം, 5E എന്ന ചാർജ് എക്സിസ്റ്റ് ചെയ്യാം, 1E എക്സിസ്റ്റ് ചെയ്യാം, 2E എക്സിസ്റ്റ് ചെയ്യാം. മിനിമം നമ്പർ ഓഫ് E എന്ന്, അതായത് മിനിമം ക്വാണ്ടിറ്റി ഓഫ് ചാർജ് എന്ന് പറയുന്നത് E ആണ്. അത് 1E ആവാം, 2E ആവാം, 5E ആവാം, എന്തും ആവാം. 1.5E ആവാൻ പറ്റില്ല. മിനിമം 1 ഉണ്ട്, അതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന ഐഡിയ ഒക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. നിങ്ങൾക്ക് അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്, അതൊക്കെ ജസ്റ്റ് ഓർത്തിരിക്കുക. ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ചാർജ് റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ ഐഡിയ. പ്രത്യേകിച്ച് നമുക്ക് ഐഡന്റിക്കൽ ചാർജിന്റെ കോൺസെപ്റ്റുകളാണ് ചോദിക്കാറ്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഞാൻ 2 ചാർജുകൾ തന്നിട്ടുണ്ട്. Q1 Q2 എന്ന് പറയുന്ന 2 ചാർജുകൾ തന്നിട്ടുണ്ട്. ആ Q1 Q2 എന്ന് പറയുന്ന 2 ചാർജുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇവരുടെ റേഡിയസ് സിമിലർ ആണ്. അതായത് ഐഡന്റിക്കൽ ചാർജ് ആണ്. ഇവന്റെ റേഡിയസ് 6 ആണ്, ഇവന്റെ റേഡിയസും 6 ആണ്. ഐഡന്റിക്കൽ ചാർജ് ആണ്. നമ്മളത് പരസ്പരം കൂട്ടിമുട്ടിച്ചു. കൂട്ടിമുട്ടിച്ചതിന് ശേഷം അവരുടെ ടോട്ടൽ ചാർജ് എന്തായി? Q1 + Q2 ആയിട്ട് മാറി. കാരണം ഒരാളുടെ ചാർജ് Q1 ആണ്, മറ്റേ ആളുടെ ചാർജ് Q1 ആണ്. എന്നിട്ട് അവിടെ എന്ത് നടക്കും? അവരെ ടച്ച് ചെയ്ത് കഴിയുമ്പം ഐഡന്റിക്കൽ ചാർജസ് ആണെങ്കിൽ നമുക്കറിയാം, ഐഡന്റിക്കൽ ആണെങ്കിലും നോൺ ഐഡന്റിക്കൽ ആണെങ്കിലും ചാർജ് റീഡിസ്ട്രിബ്യൂഷൻ നടക്കും. ഇവിടെ ഐഡന്റിക്കൽ ആയതുകൊണ്ട് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. അതായത് ഒരാളുടെ ചാർജ് Q1 ആണ്, മറ്റേ ആളുടെ ചാർജ് Q2 ആണെങ്കിൽ Q1 + Q2/2 അവർക്ക് ഓരോരുത്തർക്കും കിട്ടുമെന്ന ഐഡിയ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളത് സെപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിൽ ഒരാളുടെ ചാർജ് എന്ന് പറയുന്നത് Q1 + Q2/2 ആയിരിക്കും. നിങ്ങളത് പഠിച്ചിട്ടുള്ളതാണ്. ചാർജ് റീഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, 6 റേഡിയസ് ഉള്ള ഒരു ചാർജ് നിങ്ങൾ കൺസിഡർ ചെയ്യുവാണ്. സപ്പോസ് ഇവന്റെ റേഡിയസ് 6 ആണ്. അതേപോലെ തന്നെ ഞാൻ മറ്റൊരു ചാർജ് കൂടി കൺസിഡർ ചെയ്യുന്നു. ഇതേപോലെ തന്നെ ഞാൻ മറ്റൊരു ചാർജ് കൂടി കൺസിഡർ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഇതിപ്പോൾ ഒരു 8 കുളമ്പാണെന്ന് നിങ്ങൾ വിചാരിക്കുക, ഇതൊരു 4 കുളമ്പാണെന്ന് വിചാരിക്കുക. അപ്പോൾ ടോട്ടൽ ചാർജ് എത്ര? 8 ഉം 4 ഉം 12 ആയി. നമ്മൾ അവരെ കമ്പൈൻ ചെയ്യുന്നു.
സ്പ്ലിറ്റ് ചെയ്യുന്നു, ഒരാളുടെ ചാർജ് 6 കൂളംബ് വെച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും എന്ന ഐഡിയ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കാവുന്ന കാര്യങ്ങളാണ്. ഇത് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിങ്ങൾ +2 കാലഘട്ടം തൊട്ടേ, ചാപ്റ്ററിന്റെ തുടക്കം തൊട്ടേ പഠിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് തിയറമാണ് കുളംസ് ലോ. നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. കുളംസ് ലോ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. രണ്ട് ചാർജുകൾ തമ്മിലുള്ള അട്രാക്റ്റീവ് അല്ല റിപ്പൾസീവ് ഫോഴ്സ്. അട്രാക്റ്റീവ് ആവാം, റിപ്പൾസീവ് ആവാം, ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ചാർജ് ആണ്. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൾഷൻ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ചാർജ് ആണ്, അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ആണ്. F is equal to K Q1 Q2 by R square ആണ്, where K is a constant. അതിന്റെ വാല്യൂയും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കി വെക്കാം. K എന്ന് പറയുന്നത് 1/4πε0 ആണ്, അതിന്റെ വാല്യൂ 9 × 10⁹9 ആണെന്നുള്ള വാല്യൂയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് ഓർത്ത് വെക്കാവുന്ന കാര്യങ്ങളാണ്. കുളംസ് ലോ ഒക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്, ഞാൻ ആധികാരികമായിട്ട് പറയുന്നില്ല. ഇനി നമ്മൾ ഇവിടെ നിർബന്ധമായിട്ടും പഠിക്കേണ്ട മറ്റൊരു ഐഡിയ എന്ന് പറയുന്നത്, രണ്ട് ചാർജുകൾ Q1 Q2, ആ രണ്ട് ചാർജുകൾ Q1 Q2 ആണെങ്കിൽ അവർക്കിടയിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് F is equal to K × Q1 Q2 by R square ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനിയും ആ ചാർജുകൾക്കിടയിൽ എയർ ആണ് മീഡിയം, അതായത് വാക്വം ആണെങ്കിലാണ് നമ്മൾ ഡയറക്റ്റ് അങ്ങനെ ഒരു ഇക്വേഷൻ പറയുന്നത്. പക്ഷെ ഇൻ ബിറ്റ്വീൻ ഒരു മീഡിയം വന്നാൽ ആ മീഡിയത്തിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് K ആണെങ്കിൽ അത്രയും ടൈംസ് അവിടുത്തെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൾഷൻ കുറയും. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഒരു ചാർജ് Q1 ഉണ്ട്, ഇവിടെ ഒരു ചാർജ് Q2 ഉണ്ട്. അവർക്കിടയിൽ ഞാനൊരു ഡൈഇലക്ട്രിക് മീഡിയം കൊണ്ടുവച്ചു. അതിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന വാല്യൂ K ആണെങ്കിൽ നേരത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ 1/4πε0 Q1 Q2 by R square ആയിരുന്നു. ഇത് F എയർ ആണ്. അപ്പൊ F മീഡിയം ആകുമ്പോഴത്തേക്ക് എന്ത് വരും? ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെന്ന് വിളിക്കാം? വേണമെങ്കിൽ ഈ ഫോഴ്സ് ഇൻ എയർ ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തേത് എന്തായിട്ട് മാറി? അത് ഫോഴ്സ് ഇൻ മീഡിയം ആയിട്ട് മാറി. ആ ഫോഴ്സ് ഇൻ മീഡിയം എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻ എയർ ഡിവൈഡഡ് ബൈ K ആയിട്ട് മാറും. അതായത് ഇൻ ബിറ്റ്വീൻ വെച്ചിരിക്കുന്ന ഡൈഇലക്ട്രിക് മീഡിയം എന്താണോ ആ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് അത്രയും ടൈംസ് ഡിക്രീസ് ചെയ്യും. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. നമ്മൾ ഉറപ്പായിട്ടും കുളംസ് ലോയും ഈ ഡൈഇലക്ട്രിക് മീഡിയം ഇൻ ബിറ്റ്വീൻ വരുന്ന ഐഡിയാസ് പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോമുല എഴുതാനോ അല്ലെങ്കിൽ ε0 അല്ലെങ്കിൽ എപ്സിലോണിന്റെ ഒക്കെ ഡയമെൻഷണൽ ഫോമുല എഴുതാനോ യൂണിറ്റ് എഴുതാനോ ഒക്കെ വേണമെങ്കിൽ അവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അങ്ങനെയൊക്കെ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി വരാം. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? വളരെ ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താ ചോദിച്ചിരിക്കുന്നത്? 2 പോയിന്റ് ചാർജസ് A and B having charges +Q and -Q respectively. അതായത് ഒരു ചാർജ് ഉണ്ട് +Q, മറ്റൊരു ചാർജ് ഉണ്ട് -Q. ഓക്കെ, അവരെ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ നമ്മൾ ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കുകയാണ്. ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ കൊണ്ടുവച്ചിരിക്കുന്നു. ഡിസ്റ്റൻസ് D ആണെന്ന് ചുമ്മാ അസ്യൂം ചെയ്യാം. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഫോഴ്സ് ആക്ടിങ് ബിറ്റ്വീൻ ദം ഈസ് F. ഇവർക്കിടയിലുള്ള ഫോഴ്സ് എത്ര? F ആണ്. അപ്പൊ ഇവർക്കിടയിലുള്ള ഫോഴ്സ് ചോദിച്ചാൽ F is equal to K × QQ. അപ്പൊ അത് ഒരാൾ മൈനസ് ആണ്, ഇവിടെ ഒരു നെഗറ്റീവ് കയറി വരും. അപ്പൊ എന്നാ വരും? -K Q² Q1 Q2 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ D² എന്ന് എഴുതാം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനിയും ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ഇഫ് 25% ഓഫ് ദ ചാർജ് ഓഫ് A ഈസ് ട്രാൻസ്ഫേർഡ് ടു B. അതായത് ഇവന്റെ 25% എന്ന് പറഞ്ഞാൽ Q/4 ആണ് അല്ലെ? 25% എന്ന് പറയുന്നത് 25/100 ആണ്. 25% എന്ന് പറഞ്ഞാൽ 25/100 ആണ്. 25/100 എന്ന് പറഞ്ഞാൽ 1/4 ആണ്. അപ്പൊ 1/4 ഓഫ് Q എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു? ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇതിലേക്ക് കൊണ്ട് ട്രാൻസ്ഫർ ചെയ്തു. അപ്പം Q/4 അതിൽ നിന്ന് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ റൈറ്റ് നൗ ഇവന്റെ ചാർജ് എത്ര ആയിട്ട് മാറണം? ഇവന്റെ ചാർജ് 3Q/4 ആയിട്ട് മാറണം. ഇവന്റെ ചാർജ് 3Q/4 ആയിട്ട് മാറണം. ഈ ഫസ്റ്റ് ചാർജ് Q ആയിരുന്നു. അതിൽ നിന്ന് 25% കുറഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പൊ 75% ഉള്ളൂ. 75% എന്ന് പറഞ്ഞാൽ 75% എന്ന് പറഞ്ഞാൽ 75/100 ആണ് എന്ന് വെച്ചാൽ അത് 3/4 ആണ്. അപ്പൊ 3/4 Q ഇപ്പൊ റൈറ്റ് നൗ ഇവിടെ ഉണ്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? Q/4 മറ്റെടുത്ത് കൊണ്ട് ആഡ് ചെയ്ത് കൊടുത്തു സെക്കൻഡ് ചാർജിലേക്ക്. അപ്പൊ സെക്കൻഡ് ചാർജ് ഓൾറെഡി -Q ആയിരുന്നു, അതിലേക്ക് നിങ്ങൾ Q/4 ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ -4Q + Q എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു -3Q/4 എന്ന് കിട്ടും നമുക്ക് അല്ലെ? -3Q/4 എന്ന് കിട്ടും. അപ്പൊ റൈറ്റ് നൗ ഈ ചാർജ് എത്രയായിട്ട് മാറി? -3Q/4 ആയിട്ട് മാറി.
സോ നിങ്ങൾക്ക് ഇവിടുത്തെ പുതിയ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് എഫ് ഡാഷ് എന്ന് അങ്ങ് വിളിക്കാം. പുതിയ ഫോഴ്സ് എഫ് ഡാഷ് ആണെങ്കിൽ എഫ് ഡാഷ് ഈക്വൽ ടു കെ ഇൻറ്റു Q1 Q2 എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു മൈനസ് കയറി വരുന്നുണ്ട്. ഒരാൾ പ്ലസ് ഒരാൾ മൈനസും ആണ്. അതിന്റെ സ്ക്വയർ അങ്ങ് എടുത്താൽ മതി. അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3ന്റെ സ്ക്വയർ 9 ആണ്, 4ന്റെ സ്ക്വയർ 16 ആണ്, ഇൻറ്റു ക്യൂ എന്ന് പറയുമ്പോൾ ക്യൂ സ്ക്വയർ വരും. എഗെയിൻ ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റിമൈനിങ് ഡിസ്റ്റൻസ് ഡി സ്ക്വയർ എന്ന് കൊടുക്കാം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ എഫ് വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിരുന്നല്ലോ. എഫിന്റെ വാല്യൂ കണ്ടുവച്ചിരുന്നു. അപ്പൊ ഈ കാണുന്ന 19/16 ഒഴിച്ചാൽ ബാക്കിയുള്ളത് എഫ് തന്നെയാണ്. സോ എനിക്ക് പറയാൻ പറ്റും therefore എഫ് ഡാഷ് എന്ന് പറയുന്നത് 19 അല്ല, സോറി 9/16 ആണ്. 9/16 ഇൻറ്റു എഫ് ആണെന്ന് പറയാൻ പറ്റും. സോ സിമ്പിൾ ആയിട്ട് ആൻസർ എടുക്കാൻ പറ്റും. ഓപ്ഷൻ 3 എടുക്കാൻ പറ്റും. വളരെ ബേസിക്കലി നമുക്ക് ഓപ്ഷൻ 3 എടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ആ ഓപ്ഷൻ 3 നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. 9/16 എഫ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഓക്കെ അല്ലേ? പക്കയായിട്ട് മനസ്സിലായി നിങ്ങൾക്ക്? 9/16 ആണ്. യെസ്. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാവുന്ന കാര്യങ്ങളാണ്. ഇത് നമ്മളിപ്പോൾ പഠിച്ച കുളംസ് ലോയുടെ കോൺസെപ്റ്റും വന്നു. ആ ചാർജ് റീഡിസ്ട്രിബ്യൂഷന്റെ ഒരു ബേസിക് ഐഡിയയും കൂടിയൊക്കെ അതിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ക്ലിയർ? പിന്നെ ഇവിടെ ഐഡന്റിക്കൽ ആണ് അങ്ങനെയൊന്നും പറഞ്ഞില്ല. അവർ പറഞ്ഞു ഇത്ര പെർസെന്റേജ് ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറഞ്ഞാൽ അത്രയും പെർസെന്റേജ് ട്രാൻസ്ഫർ ചെയ്യും. അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. ഓക്കെ. അടുത്ത നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ഒരു ഐഡിയ ആണ് ഇക്വിലിബ്രിയം ഓഫ് ചാർജ്. മക്കളെ, ഇക്വിലിബ്രിയം ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലോസ് ഓഫ് മോഷനിലൊക്കെ കേട്ടിട്ടുണ്ട്. ഇക്വിലിബ്രിയം അതായത് സിംപ്ലി ഓർത്താൽ ഇത്രയും മതി. ഇപ്പൊ ഇവിടെ ഒരു ക്യൂ ചാർജ് ഇരിക്കുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇവിടെ ഒരു Q1 ചാർജ് ഇരിക്കുന്നു. ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറി ഇവിടെ ഒരു Q2 ചാർജ് ഇരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവർക്കിടയിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ? K ഇൻറ്റു Q1 Q2 ബൈ R². അപ്പൊ ഇവിടെ നമ്മളൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്തു എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ സപ്പോസ് ഒരു സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ, ഒരു സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ ആ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെ കുറെ ചാർജുകളുണ്ട്. ഇപ്പൊ ഉദാഹരണം, ഒരു എക്സാമ്പിൾ, ഇപ്പൊ ഇവിടെ ഒരു ക്യൂ ചാർജ് ഇരിക്കുന്നു എന്ന് വിചാരിക്കുക, ഒരു ക്യൂ ചാർജ്. അപ്പൊ ഞാൻ ഇവിടേക്ക് ഞാനൊരു ക്യൂ ഡാഷ് ചാർജ് കൊണ്ട് വെച്ചു. രണ്ടും പോസിറ്റീവാണ്. ഇതും പോസിറ്റീവാണ്, ഇതും പോസിറ്റീവാണ്. അപ്പൊ നമുക്കറിയാം ആ ക്യൂ ഡാഷ് എന്ന് പറയുന്ന പോസിറ്റീവ് ചാർജ് ഇപ്പുറത്തിരിക്കുന്ന ക്യൂവിനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. ആ റിപ്പൽ ചെയ്യുന്ന ഫോഴ്സ് F1 എന്നങ്ങ് വിളിക്കും. ഇതേപോലെ തന്നെ ഞാൻ ഇവിടെയും അതേ ഡിസ്റ്റൻസിൽ ഒരു പ്ലസ് ക്യൂ ഡാഷ് കൊണ്ടുവച്ചാൽ ഈ ക്യൂ ഡാഷ് ചാർജ് ഇവനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. ആ റിപ്പൽ ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ F2 എന്ന് വിളിച്ചോളൂ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ ക്യൂ ഡാഷ് ഇവനെ റിപ്പൽ ചെയ്യുന്നുണ്ട്, ഈ ക്യൂ ഡാഷും ഇവനെ റിപ്പൽ ചെയ്യുന്നുണ്ട്. റൈറ്റ് നൗ ഇവന് കിട്ടുന്ന എഫ് നെറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് 0 ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ ഈ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഈ ചാർജ് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അല്ലെങ്കിൽ അത് മനസ്സിലാവുന്നുണ്ടോ? വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതേപോലെ തന്നെ ഈ ഇക്വിലിബ്രിയത്തിൽ നമ്മളോട് ചോദിക്കാം ഐഡന്റിഫൈ ദ നൾ പോയിന്റ്. നൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് 0 എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ഥലം ഓർത്താൽ മതി. അപ്പൊ അതിന് ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കുക, ഈ നൾ പോയിന്റ് എന്നൊക്കെ പറയുമ്പം ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പൊ ഉദാഹരണം, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ Q1 എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ട്, ഇവിടെ Q2 എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ട്. ഈ ചാർജും പോസിറ്റീവ് ആണ്, ഈ ചാർജും പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഇൻ ബിറ്റ്വീൻ എവിടെയോ ഒരു നൾ പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ നൾ പോയിന്റ് കാണാൻ ചോദിച്ചാൽ ഓർത്ത് വെക്കുക, ഐഡന്റിക്കൽ ചാർജ് ആണല്ലോ. ഐഡന്റിക്കൽ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും പോസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ നൾ പോയിന്റ് ഇതിന് ഇൻ ബിറ്റ്വീൻ, ഈ ലൈൻ ജോയിനിങ്ങിൽ ഇതിന് ഇൻ ബിറ്റ്വീൻ എവിടെങ്കിലും നിങ്ങൾക്ക് ഒരു നൾ പോയിന്റ് കിട്ടും. ഒരു നൾ പോയിന്റ് കിട്ടും. ഇനി സപ്പോസ് ഒരു ചാർജ് പോസിറ്റീവും അടുത്ത ചാർജ് നെഗറ്റീവുമാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ലൈൻ ജോയിനിങ്ങിന്റെ ലൈൻ ഓഫ് ആക്ഷനിൽ ഔട്ട്സൈഡ്, മേ ബി അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ചാർജ് ആണ്, ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്, പ്ലസോ മൈനസോ അല്ല, മാഗ്നിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഞാൻ അതൊക്കെ പറഞ്ഞു തരാം. അപ്പൊ ഇവിടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിന് ഇൻ ബിറ്റ്വീൻ ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു നൾ പോയിന്റ് കിട്ടാം. ആ ലൈൻ ഓഫ് ആക്ഷനിൽ, അവരുടെ ലൈൻ ഓഫ് ആക്ഷനിൽ ഔട്ട്സൈഡ് ദ ചാർജിൽ ഒരു നൾ പോയിന്റ് നമുക്ക് കിട്ടാം. മനസ്സിലാവും? നൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് കാണാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്.
നിങ്ങൾ ഇത്രയും ഒന്നും ഭയങ്കര കാര്യമായിട്ട് ഇത് നൾ പോയിന്റ് കാണണമെങ്കിൽ നമ്മുടെ നോർമൽ കുളംസ് ലോ വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെയാണ് നൾ പോയിന്റ് എന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ നൾ പോയിന്റ് ആണെന്ന് പറയാൻ ഇവിടെ ഒരു ടെസ്റ്റ് ചാർജ് 1 കുളമ്പ് കൊണ്ടുവെക്കും. അപ്പം ഈ Q1 ചാർജ് ഇവനെ എന്ത് ചെയ്യും, ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഈ Q2 ചാർജ് ഇവനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. എന്നിട്ട് അത് നമ്മൾ ഇക്വേറ്റ് ചെയ്താൽ മതി കൂളംസ് ലോ വെച്ച്. പക്ഷെ നമുക്ക് അതൊന്നും വേണ്ട, നമുക്കൊരു ഷോർട്ട് കട്ട് ഇക്വേഷൻ ഉണ്ട്, നിങ്ങൾ അത് പഠിച്ചു വെക്കുക. ലൈക്ക് ചാർജസ് ആണെങ്കിൽ, അതായത് ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഇരിക്കുന്ന Q1 ചാർജ് പോസിറ്റീവ് ആണ്, ഇവിടെ ഇരിക്കുന്ന Q2 ചാർജ് പോസിറ്റീവ് ആണ്. അപ്പൊ അവരുടെ നൾ പോയിന്റ് ഇൻ ബിറ്റ്വീൻ ആണ് വരാൻ പോകുന്നത്, അവർക്ക് അകത്ത് എവിടെയെങ്കിലും വരും. ഇനി അത് എവിടെ വരും എന്ന് ചോദിച്ചാൽ, ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടുത്തെ ചാർജ് ഇത് Q1 ആണ്. ആ Q1 ഗ്രേറ്റർ ആണെന്ന് ഞാൻ പറയുന്നുണ്ട്. Q1 ഗ്രേറ്റർ ആണെങ്കിൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ, K ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ. അപ്പൊ Q1 ഗ്രേറ്റർ ആണെങ്കിൽ ഇതിന്റെ ന്യൂമറേറ്റർ, ഫോഴ്സിന്റെ ഇക്വേഷന്റെ ന്യൂമറേറ്റർ വലുതായി. അപ്പൊ അവിടുത്തെ ഫോഴ്സ് അങ്ങ് വലുതാവും. അപ്പൊ അതിന്റെ തൊട്ടടുത്ത് കൊണ്ടുവച്ചിട്ട് കാര്യമില്ല. അപ്പൊ വലിയ ഗ്രേറ്റർ മാഗ്നിറ്റ്യൂഡ് ഉള്ള ചാർജിൽ നിന്ന് ദൂരേക്ക്, അല്ലെങ്കിൽ ലോവർ ചാർജിന്റെ അടുത്തേക്ക്, മാഗ്നിറ്റ്യൂഡ് ചെറുതുള്ള ചാർജിന്റെ അടുത്തേക്ക് നമുക്ക് നൾ പോയിന്റ് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ അത്രയൊന്നും കടന്ന് ചിന്തിക്കണമെന്ന് നിർബന്ധം, അത്രയൊക്കെ അറിഞ്ഞിരിക്കുക, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് ഡയറക്റ്റ് ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് ഫസ്റ്റ് ചാർജ് Q1 ആണ്, ഇത് Q2 ആണ്, ഗ്രേറ്റർ ചാർജ് Q1 ആണ്. സപ്പോസ് നൾ പോയിന്റ് ഇവർ തമ്മിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് R-ഉം നൾ പോയിന്റ് ഈ ബിഗർ ചാർജിൽ നിന്നും X ഡിസ്റ്റൻസ് അകലെയാണെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡയറക്റ്റ് ഇക്വേഷൻ താണ്ട ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഒന്നുമില്ല, √Q1 ഇൻറ്റു അവർ തമ്മിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് R ആണ്, ടോട്ടൽ ഡിസ്റ്റൻസ് R ഡിവൈഡഡ് ബൈ √Q1 പ്ലസ് √Q2 ചെയ്താൽ മതി. ഇത് ലൈക്ക് ചാർജസിനാണ്. ഇനി അൺലൈക്ക് ചാർജസിനാണെങ്കിൽ കണ്ടോ, നൾ പോയിന്റ് പുറത്താണ്, ഇവിടെ ചാർജ് Q1 ഇതാണ്, ഇവിടെ ചാർജ് Q2 ഇതാണ്, ഒരാൾ മൈനസ് ആണ്, മറ്റേ ആൾ പ്ലസ് ആണ്. പക്ഷെ മാഗ്നിറ്റ്യൂഡ് വൈസ് Q1 ആണ് വലുത്. അപ്പൊ മാഗ്നിറ്റ്യൂഡ് വൈസ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുമ്പോൾ Q1 ആണ് വലുതെങ്കിൽ സ്മോളർ ചാർജ് ഏതാണോ അതിന് നിയർ ബൈ ഔട്ട്സൈഡ് ആയിരിക്കും നൾ പോയിന്റ്. അത് കാണാനുള്ള ഇക്വേഷൻ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. √Q2 ഇൻറ്റു അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് R ഡിവൈഡഡ് ബൈ √Q1 മൈനസ് √Q2 എന്ന ഇക്വേഷൻ പഠിച്ചു വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഷോർട്ട് കട്ട് ഇക്വേഷൻസ് ഉറപ്പായിട്ടും നമുക്ക് യൂസ്ഫുൾ ആണ്. ലൈക്ക് ചാർജസ്, അൺലൈക്ക് ചാർജസ്. നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പൊ നമുക്ക് നോക്കി വന്നാലോ? യെസ്, നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, എന്താ ചോദിച്ചിരിക്കുന്നത്? 2 പോയിന്റ് ചാർജസ് പ്ലസ് 9E. കണ്ടോ, ഇവിടെ ഇരിക്കുന്ന ഒരു ചാർജ് അത് പ്ലസ് 9E ആണ്. അതിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ്, എത്ര ഡിസ്റ്റൻസ് കെപ്റ്റ് അറ്റ് 16 സെന്റിമീറ്റർ, 16 സെന്റിമീറ്റർ അകലെയാണ് അടുത്ത ചാർജ് വെച്ചിരിക്കുന്നത്. അടുത്ത ചാർജ് എത്രയാ? പ്ലസ് C ആണ്. നമുക്കറിയാം നൾ പോയിന്റ് എവിടെ വരും? ആ നൾ പോയിന്റ് രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് ഇൻ ബിറ്റ്വീൻ എവിടെങ്കിലും വരും, ആരുടെ അടുത്ത് വരും? സ്മോളർ ചാർജിന്റെ അടുത്ത് വരും. അപ്പൊ നൾ പോയിന്റ് നമുക്ക് ഇവിടെ എവിടെങ്കിലും കിട്ടും. ഇവിടെ എവിടെയെങ്കിലുമാണ് നൾ പോയിന്റ് കിട്ടേണ്ടത്. മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമ്മളോട് ചോദിച്ചത് എന്താ? വേർ തേർഡ് ചാർജ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ ലൈൻ ജോയിനിങ് അബൌട്ട് 2 ചാർജസ്. അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു +1 കൂളംബ് ടെസ്റ്റ് ചാർജ് കൊണ്ടുവച്ചായിട്ട് വിചാരിക്കുക. അപ്പം ഈ പോസിറ്റീവ് ചാർജ് ഈ ടെസ്റ്റ് ചാർജിനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യുമ്പോൾ ഈ പോസിറ്റീവ് ചാർജ് ഇവനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. അത് ഇക്വേറ്റ് ചെയ്യുന്നതാണ് കോൺസെപ്റ്റ്. പക്ഷെ നമ്മൾ അത്രയൊന്നും ചിന്തിക്കുന്നില്ല. ഞാൻ ഈ പറഞ്ഞ ഐഡിയ ഓർത്താൽ മതി. ക്ലിയർ ആണോ മക്കളെ? യെസ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഒരു ടെസ്റ്റ് ചാർജ് 1 കൂളംബ് ഞാൻ കൊണ്ടുവച്ചു. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? സോ ദാറ്റ് ദ സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഞാനൊരു അസംഷൻ എടുക്കാൻ പോവാണ്. സപ്പോസ് നമുക്ക് എന്തെടുക്കാം? നമുക്ക് നൾ പോയിന്റ് ഈ ഹയർ ചാർജിൽ നിന്നും X ഡിസ്റ്റൻസ് അകലെയാണെന്ന് വിചാരിക്കാം. നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസ് R ആണ് 16. തൊട്ട് മുമ്പ് നമ്മൾ ഇക്വേഷൻ പഠിച്ചതേ ഉള്ളൂ. നൾ പോയിന്റ് കാണാൻ X ഈക്വൽ ടു എന്താ? √Q1 ഫസ്റ്റ് ചാർജ് ഇൻറ്റു അവർ തമ്മിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലേ, ഡിവൈഡഡ് ബൈ √Q1 പ്ലസ് √Q2. ഒന്നാമത്തെ ചാർജ് നയനിയുടെ റൂട്ട് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടും? 3 അല്ലെ, 9ന്റെ റൂട്ട് എടുത്താൽ 3. ഈ അവിടെ ഉണ്ട്, അപ്പൊ √E എന്ന് തന്നെ ഇടാം. ഇൻറ്റു R എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്, അത് 16 ആണ്. ഡിവൈഡഡ് ബൈ അഗൈൻ √Q1 എന്ന് പറയുന്നത് 3 ഇൻറ്റു √E എന്ന് കിട്ടും അല്ലേ. നിങ്ങൾ √Q1 എന്ന് പറഞ്ഞാൽ ഇവന്റെ റൂട്ട് എടുത്താൽ മതി. അപ്പൊ 9ന്റെ റൂട്ട് 3 ആണ്. √E ആയിട്ട് തന്നെ എഴുതുക. പ്ലസ് പിന്നെയും ഇവിടെ എന്ത് വരും? √E വരും. അപ്പൊ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഈ √E കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ട് ഈ √E ആയിട്ട് കട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ന്യൂമറേറ്ററിൽ എത്ര കിട്ടി? ന്യൂമറേറ്ററിൽ 3 ഇൻറ്റു
16 ഡിവൈഡഡ് ബൈ 3 1 4 കിട്ടും. സോ ഈ 4ഉം ഇവനെയും കൂടെ കട്ട് ചെയ്ത് ഇവിടെ 4 കിട്ടി. 3 × 4 12 സെന്റിമീറ്റർ എന്ന് കിട്ടും. സോ നിങ്ങൾക്ക് ഈ 9ൽ നിന്നും 12 സെന്റിമീറ്റർ അകലെയാണ്. 9ൽ നിന്നും 12 സെന്റിമീറ്റർ അകലെയാണ് നൾ പോയിന്റ്. അതായത് ഈ റിമൈനിങ് ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം. 12 4 16. ഇനി അപ്പൊ ഈ റിമൈനിങ് ഡിസ്റ്റൻസ് 4 ആണെന്ന് കിട്ടി. ഇനി ഓപ്ഷനിലേക്ക് നിങ്ങൾ നോക്ക്. 24 സെന്റിമീറ്റർ ഫ്രം 9 തെറ്റ്. 24 സെന്റിമീറ്റർ അല്ല. 24 സെന്റിമീറ്റർ അല്ല. 12 സെന്റിമീറ്റർ ഫ്രം 9. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2 എടുക്കാം. 2 എടുക്കാം. കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. ഇത് പ്രോബ്ലമാറ്റിക്കലി ഇങ്ങനെ ചെയ്തു വരാം. പക്ഷെ നിങ്ങൾ സിമ്പിൾ ലോജിക്കില് ഞാൻ പറഞ്ഞ ഐഡിയ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം. നിങ്ങൾ നോക്കിക്കേ, ഇത് 9 ആണ്, ഇത് +c ആണ്, രണ്ടും പോസിറ്റീവ് ആണ്. അപ്പൊ നൾ പോയിന്റ് ഇൻ ബിറ്റ്വീൻ ആണെന്ന് മനസ്സിലായി. ഇനി ഹെവിയർ ചാർജിൽ നിന്നും കൂടുതൽ ഡിസ്റ്റൻസ് അകലെ ആയിരിക്കും, അല്ലെങ്കിൽ സ്മോളർ ചാർജിനോട് അടുത്തായിരിക്കും നൾ പോയിന്റ് എന്ന് നമുക്ക് പറയാം. ഇവർ തമ്മിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ? 16. അപ്പൊ ആ ഡിസ്റ്റൻസ് എന്തായാലും 16ലും കുറവായിരിക്കണം. അതായത് ഔട്ട്സൈഡ് വരില്ല. ഇത് പ്ലസും ഇത് മൈനസും ആയിരുന്നെങ്കിലേ ഔട്ട്സൈഡ് വരത്തുള്ളൂ. അപ്പൊ ഔട്ട്സൈഡ് വരുത്തുമില്ല. അപ്പൊ ഒരിക്കലും 16ൽ കൂടുതൽ നൾ പോയിന്റ് വരില്ല. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഈ രണ്ട് ഓപ്ഷൻ നെഗ്ലക്ട് ചെയ്യാം. ഇനി നൾ പോയിന്റ് എപ്പോഴും സ്മോളർ ചാർജിനോട് അടുത്തായിരിക്കണം. അപ്പൊ സ്മോളർ ചാർജിൽ നിന്നും ഇത്രയും വലിയ ഡിസ്റ്റൻസും വരില്ല. ക്വസ്റ്റ്യൻ ചെയ്യാതെ തന്നെ ആൻസർ ഓപ്ഷൻ 2 ആണെന്ന് പറയാൻ പറ്റും. കണ്ടോ? ആ ഐഡിയ ഒക്കെ അറിയാമെങ്കിൽ. ഇതുകൊണ്ടാണ് ഫിസിക്സിന്റെ പ്രോബ്ലം ചെയ്യുമ്പം വെറുതെ കുറെ തിയറി പഠിക്കാതെ തിയറി കൺസെപ്ച്വലി പഠിച്ച് ക്ലാരിറ്റിയോടുകൂടി ഇക്വേഷൻസും പ്രോപ്പറായിട്ട് പഠിച്ച് വേണം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് പോകാൻ എന്ന് പറയും. അപ്പൊ നിർബന്ധമായിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും മക്കളെ ത്രൂ ഔട്ട് ഇനിയും വരുന്ന വീഡിയോ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ഓക്കെ, സെറ്റ്. അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? എന്താ ചോദിച്ചിരിക്കുന്നത്? എ ചാർജ് Q ഈസ് പ്ലേസ്ഡ് അറ്റ് ഈച്ച് ഓപ്പോസിറ്റ് കോർണർ ഓഫ് എ സ്ക്വയർ. ഓക്കെ, ഒരു സ്ക്വയർ ഉണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് കോർണർ, അതായത് ഈ കോർണറിലും അതുപോലെ ഈ കോർണറിലും ചാർജസ് വെച്ചു. ഈ വെച്ചിരിക്കുന്ന ചാർജ് Q ആണ്, ഈ വെച്ചിരിക്കുന്ന ചാർജ് Q ആണ്. ഓക്കെ, എ ചാർജ് സ്മോൾ Q ഈസ് പ്ലേസ്ഡ് അറ്റ് ഈച്ച് ഓഫ് ദ അതർ 2 കോർണർ. അതായത് ഈ കോർണറിൽ കൊണ്ട് നിങ്ങൾ എന്ത് വെക്കണം? സ്മോൾ Q വെക്കണം. ഈ കോർണറിൽ കൊണ്ട് നമുക്കൊരു സ്മോൾ Q വെക്കാം. ഓക്കെ, ഇനി അവരെന്താ ചോദിച്ചിരിക്കുന്നത്? ഇഫ് ദ നെറ്റ് ഇലക്ട്രിക്കൽ ഫോഴ്സ് ഓൺ Q ഈസ് 0. അതായത് ഇതിൽ ഏതോ ഒരു ക്യാപിറ്റൽ Q ചാർജിൽ കിട്ടുന്ന നെറ്റ് ഇലക്ട്രിക് ഫോഴ്സ് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ Q ബൈ സ്മോൾ Q എത്ര? വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഇവിടെ നോക്കിക്കേ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇതൊരു സ്ക്വയർ ആണല്ലോ. അപ്പൊ ഈ സൈഡ് A ആണെന്ന് എടുക്കാം. ഈ സൈഡ് A ആണ്, ഈ സൈഡ് A ആണ്, ഈ സൈഡ് A ആണ്. ഇനി ഈ ഫസ്റ്റ് ചാർജ് ഇവനെ ഇങ്ങോട്ട്, ശ്രദ്ധിച്ചിരിക്കണം, ഈ ഫസ്റ്റ് ചാർജ് ഇവനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. ആ റിപ്പല് ചെയ്യുന്ന ഫോഴ്സ് F ആണെങ്കിൽ സ്മോൾ Q ക്യാപിറ്റൽ Qവിനെ റിപ്പൽ ചെയ്യും. എല്ലാം പോസിറ്റീവ് ചാർജാണ്. അത് F ആണെങ്കിൽ ഈ സ്മോൾ Qവും ഈ ക്യാപിറ്റൽ Qവിനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. അതും F ആയിരിക്കും. ക്ലിയർ? ഇനി നമ്മൾ പഠിച്ചിട്ടുള്ളത് എഫും ഐഡന്റിക്കൽ ഫോഴ്സുകളാണ്. അവർ 90 ഡിഗ്രി ആണെങ്കിൽ അവരുടെ റിസൾട്ടന്റ് ഫോഴ്സ് എക്സാക്ട്ലി ഇൻ ബിറ്റ്വീൻ ആക്ട് ചെയ്യും. ആ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് √2F ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, അവിടെ എഫിന്റെ വാല്യൂ എത്രയാ? എഫ് എന്ന് പറയുന്നത് എത്രയാ? അല്ലെങ്കിൽ എഫ് എത്രയാണ്? എഫ് എന്ന് പറയുന്നത് K ഇൻറ്റു ക്യാപിറ്റൽ Q സ്മോൾ Q ഡിവൈഡഡ് ബൈ A² ആണ് അല്ലേ? ഇവിടെ ക്യാപിറ്റൽ Q, ഇവിടെ സ്മോൾ Q ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് A² ആണ്. K എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എഫിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. അവിടെ നിൽക്കട്ടെ. ഇനി ഈ എഫിന്റെയും കൂടെ റിസൾട്ടന്റ് ആണ് ഈ കാണുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ക്വസ്റ്റ്യനകത്ത് അവരൊരു കാര്യം പറയുന്നുണ്ട്. ഇഫ് ദി നെറ്റ് ഇലക്ട്രിക്കൽ ഫോഴ്സ് ഓൺ Q ഈസ് 0. ഈ ക്യൂവിൽ കിട്ടുന്ന, നമ്മളിപ്പോ ആ Q ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ആ ക്യൂവിനെ ഈ Q റിപ്പൽ ചെയ്ത് ഈ Q റിപ്പൽ ചെയ്തു. അപ്പൊ നെറ്റ് ഫോഴ്സ് 0 ആകണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഇവർക്കിടയിലുള്ള ഫോഴ്സ് കൂടി കണ്ടുപിടിക്കുക. ഇവർക്കിടയിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാമല്ലോ. നിങ്ങൾ നോക്കിക്കേ, ഈ കാണുന്ന ഡിസ്റ്റൻസ് A ആണ്, ഈ കാണുന്ന ഡിസ്റ്റൻസ് A ആണെങ്കിൽ ഈ കാണുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് √2A ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവർക്കിടയിലുള്ള ഫോഴ്സിനെ ഞാനിപ്പോ F' എന്നങ്ങ് വിളിക്കാൻ പോവാണ്. F'. വാട്ട് ഈസ് F'? F' ഈക്വൽ ടു K ഇൻറ്റു Q1 Q2 എന്ന് പറയുന്നത് രണ്ടും Q ആണ്. അപ്പൊ Q² ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ.
ഡിസ്റ്റൻസ് √2a ആണ്. √2a സ്ക്വയർ എന്ന് പറയുമ്പോൾ √2ന്റെ സ്ക്വയർ 2 ആണ്. എയുടെ സ്ക്വയർ a സ്ക്വയർ എന്ന് എടുക്കാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഈ നെറ്റ് ഫോഴ്സ് 0 ആവണമെങ്കിൽ ഇവൻ കൊടുക്കുന്ന ഫോഴ്സിനോട് അവൻ കൊടുക്കുന്ന ഫോഴ്സും ഇവർ രണ്ടുപേരോട് കൊടുത്ത ഈ നെറ്റ് ഫോഴ്സും ഈക്വൽ ആയാൽ മതി. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൂടെ, എഫ് ഡാഷ് എന്ന് പറയുന്നത് ആരോട് ഇക്വലന്റ് ആയാൽ മതി? എഫ് ഡാഷ് എന്ന് പറയുന്നത് എഫ് അല്ല √2f ഇക്വലന്റ് ആയാൽ മതി. ശരിയാണ്. കാര്യം നിങ്ങൾ നോക്കിക്കേ മക്കളെ, ഇവനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്തു. അപ്പൊ ഇവനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യുമ്പോൾ ഇവനെ എടുത്ത് ഇങ്ങോട്ട് റിപ്പൽ ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ അതെല്ലാം ഒരേ ഡയറക്ഷൻ ആവും. ഇവനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യുന്നു, ഇവനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യുമ്പോൾ ഇവനെ ഇങ്ങോട്ട് അട്രാക്റ്റ് ആണ് ആക്ച്വലി ചെയ്യേണ്ടത്. അട്രാക്റ്റ് ആണ്, എന്നാലേ 0 ആവത്തുള്ളൂ, അല്ലെങ്കിൽ 0 ആവൂല. അപ്പൊ അവർ 0 ആവുമെന്ന് പറയുമ്പോൾ അത് അട്രാക്റ്റീവ് ആണെന്ന് തന്നെ ഓർത്തിരിക്കുക. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് പറയാം, ഈ √2f ഇവൻ കൊടുക്കുന്ന ഫോഴ്സ് ആകുന്ന എഫ് ഡാഷ് ഈക്വലന്റ് ആയാൽ മതി. ഈക്വലും ഓപ്പോസിറ്റും ആയിരിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു മൈനസ് കൂടി ഇടാം. ഇനി എഫ് ഡാഷിന്റെ വാല്യൂ എത്രയാ? എഫ് ഡാഷ് എന്ന് പറയുന്നത് k × q² ഡിവൈഡഡ് ബൈ 2a സ്ക്വയർ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു -√2 എഫ് എത്രയാ? എഫ് എന്ന് പറയുന്നത് k × q ഡിവൈഡഡ് ബൈ a സ്ക്വയർ ആണ്. നമുക്ക് ഇവിടുന്ന് ആരെയൊക്കെ കട്ട് ചെയ്യാം? ഇവിടുന്ന് ഒരു a സ്ക്വയർ ഡിനോമിനേറ്ററിൽ നിന്ന് കട്ട് ചെയ്യാം. ഇവിടെ ഒരു q² ഇവിടെ ഒരു q കൂടെ കട്ട് ചെയ്യാം. അതുപോലെ ഇവിടെ ഒരു ഇവിടെ ഒരു kയും ഈ kയും കട്ടായി പോകും അല്ലേ? സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? നമ്മളോട് ചോദിച്ചത് ക്യാപിറ്റൽ Q ബൈ സ്മോൾ q കാണാനാണ്. അപ്പൊ ഇവിടെ ഒരു ക്യാപിറ്റൽ Q നിപ്പുണ്ട്, ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു സ്മോൾ q ഉണ്ട്, അതങ്ങ് ഡിനോമിനേറ്ററിലേക്ക് വരും, സ്മോൾ q ആവുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു വേറെ ആരും ഇല്ലല്ലോ, -2√2 എന്ന് കിട്ടും. ഓപ്ഷൻ 1 എടുക്കാൻ പറ്റും. -2√2 എന്ന് കിട്ടും. ഓപ്ഷൻ 1 എടുക്കാൻ പറ്റും. കണ്ടോ, ഫോഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരുമാതിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളും കുളംസ് ലോയും നൾ പോയിന്റിന്റെ ഒക്കെ ഐഡിയ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിർബന്ധമായിട്ടും ഇത്രയും കാര്യം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് പഠിച്ചിട്ട് ഈ കോൺസെപ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യണം. നിർബന്ധമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ ഫസ്റ്റ് ആദ്യം പഠിച്ച കോൺസെപ്റ്റ് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഇലക്ട്രിക് ഫീൽഡ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഫോഴ്സ് പഠിച്ചല്ലോ, ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് ആണ് ഫീൽഡ്. അങ്ങനെ ഓർത്തിരിക്കുക. അതായത് ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതുമ്പം k × q1 q2 രണ്ട് ചാർജസ്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എഴുതുമ്പോഴത്തേക്ക് ന്യൂമറേറ്ററിൽ ഒരു ചാർജ് ഉണ്ടാകത്തുള്ളൂ. കാരണം മറ്റേ ചാർജ് എന്ന് പറയുന്നത് യൂണിറ്റ് ചാർജ് ആണ്. അതായത് എനിക്കിപ്പം സപ്പോസ് ഇവിടെ ഒരു q എന്ന് പറഞ്ഞൊരു ചാർജ് ഇരിക്കുന്നു, ഇവിടെ q എന്ന് പറഞ്ഞൊരു ചാർജ് ഇരിക്കുന്നു. എനിക്ക് സപ്പോസ് ഇവിടെ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറി, r ഡിസ്റ്റൻസ് മാറി, എനിക്ക് ഈ കാണുന്ന p എന്ന് പറഞ്ഞ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ കൊണ്ടുവെക്കുന്ന ഒരു യൂണിറ്റ് ചാർജ്, ആ ഒരു യൂണിറ്റ് ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഫോഴ്സിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. യൂണിറ്റും കാര്യമൊക്കെ പഠിച്ചു വെക്കുക. ഇലക്ട്രിക് ഫീൽഡിന്റെ ജനറൽ ഇക്വേഷൻ ഒരു പോയിന്റ് ചാർജ് ആണെങ്കിൽ 1/4πε0 q/r² ആണ്. ഇലക്ട്രിക് ഫീൽഡും ഡിസ്റ്റൻസോടെ ഉള്ള ഗ്രാഫ് ഒക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ സ്ലൈഡൊക്കെ നിങ്ങൾ പ്രോപ്പർ ആയിട്ടൊന്ന് നോക്കി വെച്ച് ആ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു വെക്കുക. അത് ഉറപ്പായിട്ട് നിങ്ങൾ ആ ഗ്രാഫ് ഒക്കെ പഠിക്കണം. ഇനി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണെന്ന് തന്നെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ആണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ ആ പോസിറ്റീവ് ചാർജ് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ റിപ്പൽ ചെയ്യും. പക്ഷെ നിങ്ങൾ ഇവിടെ വെക്കുന്നത് ഒരു നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ അത് അട്രാക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ചാർജിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡ് പുറത്തേക്കും നെഗറ്റീവ് ചാർജിന് ഇലക്ട്രിക് ഫീൽഡ് അകത്തേക്കുമാണ്. ആ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. അത് ബാക്കി നിങ്ങൾ വായിച്ചു നോക്കണം. നമുക്ക് 1 hour സമയമുണ്ട്. ആ ഒരു ലിമിറ്റേഷൻ മാത്രമേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും വായിക്കണം. നമുക്ക് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ നോക്കി വരാം. എന്താ ചോദിച്ചിരിക്കുന്നത്? ചാർജസ് Q2Q 3Q 4Q ആർ പ്ലേസ്ഡ് അറ്റ് കോർണർ ഓഫ് ABC. ഓക്കെ, 4 കോർണറിലായിട്ട് കുറെ ചാർജസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് സെന്റർ ഓഫ് ദി സ്ക്വയർ. ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് സെന്റർ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സെന്ററിലേക്ക് ഒരു പോസിറ്റീവ് 1 കുളമ്പ് ചാർജ് കൊണ്ടുവെക്കുക. നമുക്ക് ഡയറക്ഷൻ മാത്രം മതി, മാഗ്നിറ്റ്യൂഡ് ഒന്നും കണ്ടുപിടിക്കേണ്ട. ഇവിടെ സൈഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ വേറെ വാല്യൂ ഒന്നും എഴുതാൻ നിൽക്കേണ്ട. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എഴുതുമ്പം ഇലക്ട്രിക് ഫീൽഡ് E = K × Q/r².
ഡിസ്റ്റൻസിന്റെ സ്ക്വയറേ വരത്തുള്ളൂ. മറ്റേത് 1 കുളമ്പ് ചാർജ്. ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കൂ. ഈ പോസിറ്റീവ് ചാർജ് ഇവനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും അല്ലേ? പോസിറ്റീവ് ചാർജ് ഇവനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഇങ്ങനെ ആലോചിക്കാം. അതേപോലെ തന്നെ ഈ പോസിറ്റീവ് ചാർജ് ഇവനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും അല്ലേ? അറ്റ് ദ സെയിം ടൈം ഈ താഴെ കാണുന്ന ക്യൂ ചാർജ് ഇവനെ ഇങ്ങോട്ട്, ക്യൂ ചാർജ് അതും പോസിറ്റീവ് അല്ലേ? ആ പോസിറ്റീവ് ചാർജ് ഇവനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. അറ്റ് ദ സെയിം ടൈം താഴത്തെ 2q ചാർജ് ഇവനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. ഇനി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ റിപ്പല്ല് ചെയ്യുന്ന ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡ് നോക്കുക. ഇവിടെ ഇരിക്കുന്ന ചാർജ് ആരാ? ഇവിടെ ഇരിക്കുന്ന ചാർജ് ക്യൂ ആണ്. ആ ക്യൂ ചാർജ് ഇവനെ റിപ്പല്ല് ചെയ്യുമ്പോഴെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് വളരെ ലെസറാണ്. E ഈസ് ഈക്വൽ ടു കെ ക്യൂ. വെറും ഒന്നാമത്തെ ആള്, ഇപ്പൊ നമുക്ക് ഫസ്റ്റ് വൺ ക്യൂ എന്ന് പറഞ്ഞ ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് E1 എന്ന് വിളിച്ചാൽ ആ E1 എത്ര വരും? കെ ഇൻറ്റു ക്യൂ ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ എന്ന് എടുക്കാം. എന്നാൽ താഴത്തെ ആൾ കൊടുക്കുന്ന E2 എടുക്കുമ്പോഴത്തേക്ക് കെ ഇൻറ്റു, ഇപ്പൊ ഇവൻ കൊടുത്ത ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് E2 എന്ന് വിളിക്കാം. ഇവൻ കൊടുത്തത്, ഇങ്ങോട്ട് കൊടുത്തത് റിപ്പൽഷൻ E2 ആണെന്ന് എടുക്കാം. E2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? കെ ഇൻറ്റു ക്യൂ എത്ര വരും? ക്യൂ 2q എന്ന് വരും. കാര്യം ഇവിടുത്തെ ചാർജ് 2q ആണ്. 2q ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഡി സ്ക്വയർ എന്ന് എടുക്കാം. കാര്യം ഈ ഡിസ്റ്റൻസ് എല്ലാം സെയിം ആണ്. ആ ഡിസ്റ്റൻസ് എല്ലാം അതിന്റെ സെന്ററിലേക്ക്, കോർണറിൽ നിന്ന് സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്, അതെല്ലാം സെയിം ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഈ കാണുന്ന ഇലക്ട്രിക് ഫീൽഡ് E ആണെങ്കിൽ ഈ കാണുന്ന ഇലക്ട്രിക് ഫീൽഡ് 2E ആകും. അപ്പൊ അതേ സമയത്ത് ഈ 3q ചാർജ് കൊടുത്ത ഇലക്ട്രിക് ഫീൽഡ് 3E ആവും. അറ്റ് ദ സെയിം ടൈം 4q ചാർജ് കൊടുത്ത ഇലക്ട്രിക് ഫീൽഡ് 4E ആവും. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, ഈ കാണുന്നത് 4E ആ, അതിന്റെ ഓപ്പോസിറ്റ് 2E ആ. അപ്പൊ ഇത് 4E ആണ്, ഇത് 2E ആണ്. അപ്പൊ അവരുടെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട് ആക്ട് ചെയ്യും. അതെന്ന് പറയുന്നത് 2E ആയിരിക്കും. കാരണം എന്താ? ഇത് 4E താഴോട്ട് വരുമ്പോൾ ഇവിടെ ഈ 2E മോളിലോട്ടാണ്. അപ്പൊ അവരുടെ നെറ്റ് റിസൾട്ടന്റ് താഴോട്ട് 2E ഉണ്ടാവും. അതേപോലെ തന്നെ ഇത് ഈ മോളിലോട്ടാണ്, ഇത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് 3E ആണ്. അപ്പൊ അവരുടെ നെറ്റ് താഴോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ആ നെറ്റ് എന്ന് പറയുന്നതും 2E തന്നെ ആയിരിക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, ഈ കാണുന്ന 2Eയും ഈ കാണുന്ന 2Eയും 90 ഡിഗ്രിയിൽ ഈക്വൽ ആയിട്ട്, കാര്യം ഇത് സ്ക്വയറിന്റെ സെന്റർ ആണ് ഈ വരുന്നത്. അപ്പൊ 90 ഡിഗ്രി ആയിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്, അവർ ഒരു പർട്ടിക്കുലർ തീറ്റ ആംഗിളിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അവരുടെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഇതിന് ഇൻ ബിറ്റ്വീൻ നേരെ ഡൗൺവേർഡ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇവിടേക്കായിരിക്കും ഈ നെറ്റ് ആക്ട് ചെയ്യുന്നത്. അവർ വാല്യൂ ചോദിച്ചിട്ടില്ല, അതിന്റെ ഡിറക്ഷൻ എങ്ങോട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഡിറക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇവിടുന്ന് ഡൗൺവേർഡ് അല്ലേ? ഡൗൺവേർഡ് എന്ന് പറയുമ്പം ഒന്നെങ്കിൽ DA എന്ന് പറയാം, അല്ലെങ്കിൽ CB എന്ന് പറയാം. ഓപ്ഷൻ CB എന്ന് പറയുന്ന ഒരു ആൻസർ ഉണ്ട്. കണ്ടോ, ഇവിടെ ഓപ്ഷൻ CB അവൈലബിൾ ആണ്. കാരണം ഇവിടുന്ന് ഡൗൺവേർഡ് എന്ന് പറയുമ്പോൾ C to B ആണ് എന്ന് പറയാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് പോകാം. ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട കോൺസെപ്റ്റ് ആണ് ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? രണ്ട് ചാർജുകൾ ഐഡന്റിക്കൽ, പക്ഷേ ഒരാൾ പ്ലസ് ആണ്, മറ്റേ മൈനസ് ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് വൈസ് ഐഡന്റിക്കൽ. അതിനെ ഒരു സ്മോൾ സെപ്പറേഷനിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നു. ആ സ്മോൾ സെപ്പറേഷനെ 2a എന്നൊക്കെ വിളിക്കും. അവർക്കിടയിൽ അതിനെയാണ് ഡൈപോൾ എന്ന് വിളിക്കുന്നത്. രണ്ട് ചാർജുകളെ ഒരു സ്മോൾ സെപ്പറേഷനിൽ വെക്കുന്നു. അവരാണ് ഡൈപോൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഡൈപോൾ മൊമെന്റ് എക്സ്പീരിയൻസ് ചെയ്യപ്പെടും. ആ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്കാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ P എന്ന് പറയുന്നത് ഒരാളുടെ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡിനെ അവർ തമ്മിലുള്ള സെപ്പറേഷന്റെ ആ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് Q × 2a. ഇവിടെ ഞാൻ ഇക്വേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡൈപോൾ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ 1 ചാർജ് ഇൻറ്റു അവർ തമ്മിലുള്ള ലെങ്ത് എടുത്താൽ മതി. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു Q ചാർജ് പോസിറ്റീവ് ആണ്. അതുപോലെ ഇതൊരു ഡൈപോൾ ആണെന്ന് അസ്യൂം ചെയ്യുക. ഇതെന്ന് പറയുന്നത് -Q ചാർജ് നെഗറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്നതാണ് അവരുടെ ആക്സിയൽ ലൈൻ. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ഈ കാണുന്ന ലൈനെ വിളിക്കുന്ന പേര് ആക്സിയൽ ലൈൻ എന്നാണ്. ആക്സിയൽ ലൈൻ. അതേപോലെ തന്നെ ഈ കാണുന്ന ലൈനിനെ വിളിക്കുന്ന പേര് ഇക്വിറ്റോറിയൽ ലൈൻ എന്നാണ്. ഇക്വിറ്റോറിയൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇക്വിറ്റോറിയൽ ലൈൻ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. ഈ ആക്സിയൽ ലൈനിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് മാറി, ഇതാ ഇവിടെ ഒരു P എന്ന് പറഞ്ഞ പോയിന്റ് മാറിയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്ര? ഈ ഇക്വിറ്റോറിയൽ ലൈനിലാണ് നിങ്ങൾ ഒരു ചാർജ് വെക്കുന്നത്. ഞാനിപ്പോ സപ്പോസ് P എന്നുള്ളത് Q എന്ന് വിളിക്കേണ്ട, Q എന്ന് വിളിക്കുന്നില്ല, R എന്ന് വിളിക്കാം. സപ്പോസ് R എന്ന് പറഞ്ഞ ആ പർട്ടിക്കുലർ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എത്ര? ഒരാള്
ആക്സിയൽ ലൈനിലാണ്, മറ്റേ ആൾ ഇക്വറ്റോറിയൽ ലൈൻ. ഇനി ഇതൊന്നും അല്ലാതെ ഇവിടെ ഒരു ജനറൽ പോയിന്റ് എക്സ് കണ്ടിട്ട് അവർക്ക് ഒരു തീറ്റ ആംഗിളിൽ ഇതുമായിട്ട് മേക്ക് ചെയ്ത ഒരു തീറ്റ ആംഗിളിലാണെങ്കിൽ ആ ജനറൽ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എത്ര എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. അതിന്റെ ഡെറിവേഷൻ ഒക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചാണ്. നമ്മൾ ഡെറൈവേഷനിലൊക്കെ കാര്യങ്ങളിലൊക്കെ ഒന്നും പോകുന്നില്ല. ഈ ജനറൽ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എനി പോയിന്റിലെ ആ എക്സ് എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ആണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന വാല്യൂ. ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദി ആക്സിയൽ ലൈനും ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദി ഇക്വറ്റോറിയൽ ലൈനും ഇവിടെ നമ്മൾ ഡെറിവേഷൻ കൊടുത്തിട്ടുണ്ട്. ഡെറിവേഷൻ അല്ല, ഫൈനൽ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. ആ ഇക്വേഷൻ നിർബന്ധമായിട്ടും പഠിച്ചു. ഓക്കെ, സെറ്റ്. ഇനി നമുക്കറിയാം ഒരു ഡൈപോളിനെ ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ട് പ്ലേസ് ചെയ്താൽ, കാരണം അവിടെ ചാർജുകളാണല്ലോ, ഒരാൾ പ്ലസ് ക്യൂ ആണ്, മറ്റേ ആൾ മൈനസ് ക്യൂ ആണ്. ഒരു യൂണിഫോം അല്ലെങ്കിൽ ഒരു നോൺ യൂണിഫോം എവിടെ ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുവച്ചാലും നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിലേക്ക് ചാർജ് കൊണ്ടുവച്ചാൽ അവിടെ ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഒരാൾ പ്ലസ് ക്യൂ ആകുമ്പോൾ മറ്റേ ആൾ മൈനസ് ക്യൂ ആണ്. അപ്പോൾ പ്ലസ് ക്യൂവിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടാണോ അതിന്റെ ഓപ്പോസിറ്റ് ആണ് മൈനസ് ക്യൂ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് കാരണം രണ്ട് ഈക്വലും മാഗ്നിറ്റ്യൂഡ് ഉള്ള ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അവിടെ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ. പി എന്ന് പറയുന്നത് എന്താണ്? പിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്, ഡൈപോൾ മൊമെന്റ് ആണ് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അതൊക്കെ നിർബന്ധമായിട്ടും പഠിച്ചു വെച്ച് ഈ വാല്യൂസ് കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ഇതേപോലെ തന്നെ വർക്ക് ഡൺ ഓൺ ഡൈപോൾ, അതായത് ഇപ്പൊ ഇവിടെ നമ്മളൊരു ഡൈപോൾ ഇങ്ങനെ വെച്ചിരിക്കുകയെന്ന് വിചാരിക്കുക. സപ്പോസ് ഈ ചാർജ് പ്ലസ് ക്യൂ ആണ്, ഇത് മൈനസ് ക്യൂ ആണ്, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് പോകുന്നുണ്ട്. ഈ ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ഇവൻ മേക്ക് ചെയ്യുന്ന ആംഗിൾ θ1 ആണെന്ന് വിചാരിക്കുക. θ1 ആംഗിളിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ θ1 ആംഗിളിൽ നിന്ന് θ2 ആംഗിളിലേക്ക് എനിക്ക് അതിനെ റൊട്ടേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അവിടെ ഞാൻ ചെയ്യുന്ന വർക്ക് ഡൺ ആണ്, നമ്മൾ അവിടെ ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് PE ഇൻറ്റു കോസ് θ1 മൈനസ് കോസ് θ2 ആണ്. അല്ലെങ്കിൽ നെഗറ്റീവ് പുറത്തിട്ടിട്ട് ആംഗിൾ തിരിച്ചു എഴുതാൻ പറ്റും. അത് നിങ്ങൾ ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ പഠിക്കണം. ടോർക്കിന്റെ ഇക്വേഷൻ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ടോർക്കിന്റെ ഇക്വേഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അതേപോലെ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷനും ഇൻ കേസ് ഓഫ് എ ഡൈപോൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഡൈപോളിൽ നിന്നുള്ളൊരു ബേസിക് ക്വസ്റ്റ്യൻ എന്ന് നോക്കി വരാം. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. ഡൈപോളിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കി വരാം. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് സെന്റർ ഓഫ് ഇലക്ട്രിക് ഡൈപോൾ? അതായത് നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയേ, ഇതൊരു ഇലക്ട്രിക് ഡൈപോൾ ആണ്. ഞാൻ ഇവിടുത്തെ ഈ ഇരിക്കുന്ന ചാർജ് പ്ലസ് ക്യൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, ഈ ചാർജ് പ്ലസ് ക്യൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അതേപോലെ തന്നെ ഇവിടെ ഒരു ചാർജ് അസ്യൂം ചെയ്യുന്നു, ഈ ചാർജ് മൈനസ് ക്യൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. നമുക്ക് സെന്ററിലെ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിന്റെ എക്സാക്ട് സെന്ററിലെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ Q0 എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചാർജ് കൊണ്ടുവെക്കുന്നു. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, ഇവിടെ ഈ പോസിറ്റീവ് ചാർജ് ആ പോസിറ്റീവ് ചാർജിനെ ഇങ്ങോട്ട് റിപ്പല് ചെയ്യും. ആ റിപ്പല് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് E1 എന്ന് വിളിക്കാം. ആ E1 എന്ന് പറയുന്നത് എന്ത് വരും? K ഇൻറ്റു Q അല്ലെ, K ഇൻറ്റു Q ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡിസ്റ്റൻസ് 2r ആണെന്ന് അസ്യൂം ചെയ്യും. അപ്പോൾ ഡിവൈഡഡ് ബൈ r സ്ക്വയർ എന്ന് എഴുതാം. ഇലക്ട്രിക് ഫീൽഡ് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് r ആണെന്ന് അസ്യൂം ചെയ്യാം. ഇതേപോലെ തന്നെ ഈ മൈനസ് ചാർജ് ഈ പോസിറ്റീവിനെ ഇങ്ങോട്ട് അട്രാക്ട് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് E2 എന്ന് വിളിക്കാം. അപ്പോൾ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് E2 എന്ന് പറയുന്നത് എന്ത് വരും? K ഇൻറ്റു Q ഡിവൈഡഡ് ബൈ r സ്ക്വയർ ആണ്. മൈനസ് ഇടുന്നില്ല ഞാൻ, ബിക്കോസ് ഇറ്റ് ഈസ് അട്രാക്റ്റീവ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ E1 ടുവേർഡ്സ് റൈറ്റ് ആണ്, E2 ടുവേർഡ്സ് റൈറ്റ് ആണ്. അപ്പൊ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് E1 പ്ലസ് E2 ആണ്. അല്ലെ, സെൻട്രൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് E1 പ്ലസ് E2 ആണ്. അപ്പൊ സം എടുക്കുമ്പോഴത്തേക്ക് അത് 2 ഇൻറ്റു KQ ബൈ r സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. അതായത് എക്സാക്ട് സെൻട്രൽ എത്തുമ്പോഴത്തേക്ക് അതിന്റെ ഡബിൾ ആയിട്ടും അല്ലേ. വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് സെന്റർ ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ? Twice the electric field due to one of the charges at the center. അല്ലേ, ഈക്വൽ ചാർജ്? യെസ്, ആൻസർ ഈസ് ഓപ്ഷൻ 3. ഓപ്ഷൻ 3 എടുക്കാവുന്നതേ ഉള്ളൂ. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത്ര വലിയ സംഭവം ക്വസ്റ്റ്യൻ ഒന്നും അല്ല. നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്തു പോകാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. എന്താ ചോദിച്ചിരിക്കുന്നത്? two charges, two equal and opposite charges. Okay, two equal and opposite charges of 2 into 10 raised to minus 10 coulomb are placed at a distance of 1 centimeter, forming a dipole and are placed in an electric field 2 into 10 raised to 5 Newton per coulomb. The maximum torque
നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോർക്കാണ്. ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ എന്താ? ടോർക്ക് ടോ ഈക്വൽ ടു നമ്മൾ പഠിച്ചത് എന്താ? പി ഇ സൈൻ തീറ്റ അല്ലേ? ടോർക്ക് എന്ന് പറയുന്നത് ഇക്വേഷൻ അങ്ങനെയായിരുന്നു പഠിച്ചത്, പി ഇ സൈൻ തീറ്റ. Two equal and opposite charges placed at 1 centimeter dipole are placed in electric field. മാക്സിമം ടോർക്ക് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ടോർക്ക് മാക്സിമം ആകുക എന്ന് പറഞ്ഞാൽ ഈ സൈൻ തീറ്റ മാക്സിമം ആകണം. സൈൻ തീറ്റ മാക്സിമം ആകണമെങ്കിൽ നിങ്ങൾക്കറിയാം തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആകണം നിർബന്ധമായിട്ടും. കാര്യം സൈൻ 90 ആണ് 1 ആണ് സൈൻ ഫംഗ്ഷന്റെ ഏറ്റവും മാക്സിമം വാല്യൂ. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ടോർക്ക് കണ്ടുപിടിക്കാം, വിച്ച് ഇസ് ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ. സൈൻ തീറ്റ തീറ്റ 90 അപ്പൊ സൈൻ 90 അത് 1 ആയി. പി എന്ന് പറയുന്നത് വാല്യൂ എത്രയാ? പി 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 ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആർ പ്ലേസ്ഡ് 1 സെന്റിമീറ്റർ ഫോമിങ് എ ഡൈപോൾ. ഓക്കെ, അപ്പൊ പി നമ്മൾ കണ്ടുപിടിക്കണം. വാട്ട് ഈസ് പി? പി എന്ന് പറയുന്നത് എന്താ? ഡൈപോൾ മൊമെന്റ്. അതെന്ന് പറയുന്നത് ഒരു ചാർജിനെ അല്ലെ, ഒരു ചാർജിനെ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് എടുത്താൽ മതി. അപ്പോൾ ഒരു ചാർജ് എത്രയാ? ഒരു ചാർജ് എന്ന് പറയുന്നത് 2 ഇൻറ്റു 10⁻⁻10 ആണ്, ഇൻറ്റു 2 ഇൻറ്റു ഡിസ്റ്റൻസ്. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാ? ദാറ്റ് ഈസ് 1 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 1 സെന്റിമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലേ 2 ഇൻറ്റു യെസ്, കറക്റ്റ് അല്ലേ? ഇനി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. ഈ 2a എന്ന് എഴുതുമ്പോൾ ഇവിടെ അറിയാതെ നമ്മൾ 2 എടുത്ത് കൊടുക്കും. ആ 2a ആണ് അല്ലെ ആർ പ്ലേസ്ഡ് 1 സെന്റിമീറ്റർ ഫോമിങ് എ ഡൈപോൾ എന്നാണ്. അതായത് ഈ ഇവിടെ ഒരു ചാർജ് q ഉണ്ട്, ഇവിടെ ഒരു ചാർജ് -q ഉണ്ട്. ഞാൻ ഈ ഡിസ്റ്റൻസ് ആണ് 2a എന്ന് വിളിച്ചത്. ആ 2a ആണ് 1 സെന്റിമീറ്റർ. അപ്പം ഇവിടെ 2 എന്നൊരു നമ്പർ ഇപ്പൊ കൊടുക്കണ്ട, ആ 2a ആണ് 1 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ അവിടെ എത്ര വരും? 1 സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ 1 ഇൻറ്റു 10⁻⁻2 എന്നായി അല്ലേ? 1 ഇൻറ്റു 10⁻⁻2 എന്നായി. ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര? 2 ഇൻറ്റു 10⁻5. 2 ഇൻറ്റു 10⁻5 ആണ്. സോ 2 ഇൻറ്റു 2 എന്ന് പറയുന്നത് 4 ആണ്. 4 ഇൻറ്റു 10⁻10 2 12 7 ആണ്. അപ്പൊ 10⁻⁻7 എന്ന് കിട്ടും. സോ ഏതെടുക്കാം? 4 ഇൻറ്റു 10⁻⁻7 എന്ന് കിട്ടും. സോ ഓപ്ഷൻ 4 എടുക്കാം. ഫോർത്ത് ഓപ്ഷൻ എടുക്കാം. ഇങ്ങനെയും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. പക്ഷെ അന്നേരം ആ ഇക്വേഷനും മാക്സിമം എന്നുള്ള വാല്യൂവിന്റെ കോൺസെപ്റ്റ് അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. വളരെ സിമ്പിൾ ലോജിക്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. യെസ്, അടുത്ത നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്താണെന്നൊക്കെ അറിയാം നിങ്ങൾക്ക്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഒരു ഇമാജിനറി ലൈൻ ആണ്. അവിടുത്തെ ഫീൽഡിന്റെ സ്ട്രെങ്ത് കാണിക്കാൻ നമ്മൾ വരയ്ക്കുന്ന ഇമാജിനറി ലൈൻ ആണ്. ഒരു പോസിറ്റീവ് ചാർജ് എടുത്താൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഔട്ട്വേർഡും, നെഗറ്റീവ് ചാർജ് എടുത്താൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇൻവേർഡും ആണ്. പോസിറ്റീവിൽ നിന്ന് പുറത്തേക്ക് എക്സിറ്റ് ആവുകയും നെഗറ്റീവിൽ പോയി എൻഡ് ആവുകയും ചെയ്യും. പിന്നെന്താ, നമുക്ക് കുറെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട് അല്ലെ? ഫീൽഡ് സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ആണ്, എൻ സെറ്റ് നെഗറ്റീവ് ആണ്. ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കാണണമെങ്കിൽ ആ ഇമാജിനറി വരയ്ക്കുന്ന ലൈനിന്റെ കർവ്ഡ് ലൈനിന്റെ ടാൻജന്റ് വരച്ചാൽ മതി. അങ്ങനെ കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഞാൻ 1 by 1 ഒന്നും പറയുന്നില്ല, നിങ്ങൾ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നിർബന്ധമായിട്ട് നിങ്ങൾ ഇത് വായിച്ചു. ഓക്കെ അല്ലേ? അപ്പൊ അതൊക്കെ ഒന്ന് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും പഠിക്കുക. ഓക്കെ, നമുക്ക് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഒരു ബേസിക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി വരാം. എന്താ ചോദിച്ചിരിക്കുന്നത്? ഔട്ട് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ പ്രോപ്പർട്ടി ഓഫ് എ ഫീൽഡ് ലൈൻ. നോട്ട് ദ പ്രോപ്പർട്ടി ആണ് ചോദിച്ചത്. ഫീൽഡ് ലൈൻസ് ആർ കണ്ടിന്യൂസ് കർവ് വിത്തൗട്ട് എനി ബ്രേക്ക്. കണ്ടിന്യൂസ് കർവ് ആണ്, ശരിയാണ്. അടുത്ത എന്താണ്? 2 ഫീൽഡ് ലൈൻസ് കനോട്ട് ക്രോസ് ഈച്ച് അതർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2 ഫീൽഡ് ലൈൻസ് ക്രോസ് ചെയ്യോ? ഇല്ല. കാരണം എന്താ? അങ്ങനെ ക്രോസ് ചെയ്താൽ ഒരു പോയിന്റിൽ 2 ഡയറക്ഷൻ കിട്ടും. കാര്യം നമ്മൾ പറഞ്ഞു, ഇങ്ങനെ ഒരു കർവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണണമെങ്കിൽ അവിടെ ടാൻജന്റ് വരച്ചാൽ മതി എന്ന കാര്യം നിങ്ങൾക്കറിയാം. അപ്പം സപ്പോസ് ഒരു ഫീൽഡ് ലൈൻ ഇങ്ങനെയും വേറൊരു ഫീൽഡ് ലൈൻ ഇങ്ങനെയും കൂട്ടിമുട്ടിയാൽ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിങ്ങൾക്ക് 2 ഡിറക്ഷൻ അല്ലെ, 2 ടാൻജന്റ് വരയ്ക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയും ടാൻജന്റ് വരയ്ക്കാൻ പറ്റും, ഇങ്ങനെയും ടാൻജന്റ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഒരു സിംഗിൾ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിൽ 2 ഡയറക്ഷൻ, അത് പോസിബിൾ അല്ല. അതുകൊണ്ട് അവർ ഇന്റർസെക്ട് ചെയ്യില്ല. അപ്പം ഫസ്റ്റ് പോയിന്റ് ശരിയാണ്, സെക്കൻഡ് പോയിന്റ് ശരിയാണ്. ഫീൽഡ് ലൈൻ സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് അറ്റ് നെഗറ്റീവ് ചാർജ്, അതും ശരിയാണ്. ദേ ആർ ഫോം ക്ലോസ്ഡ് ലൂപ്പ്. അപ്പൊ ഇത് തെറ്റാണ്. അവർ ചോദിച്ചിരിക്കുന്നത് നോട്ട് എ പ്രോപ്പർട്ടി ആണ്. ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യില്ല. കാര്യം എന്താ? ഇതൊരു പോസിറ്റീവ് ചാർജും ഇതൊരു നെഗറ്റീവ് ചാർജും ആണ്. പോസിറ്റീവ് സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവിൽ എൻഡ് ചെയ്യുവാണ്. ക്ലോസ് ഇല്ല. പോസിറ്റീവിൽ നിന്ന് പുറത്തേക്ക് പോകും, നെഗറ്റീവിന് അകത്തേക്ക് വരും.
ഇങ്ങനെ നെഗറ്റീവിനകത്തേക്ക് വരും. അതായത് പോസിറ്റീവ് സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവിൽ എൻഡ് ചെയ്തിരിക്കണം. അപ്പോൾ ഓപ്ഷൻ 4 നമുക്ക് ആൻസർ എടുക്കാം. ക്ലിയർ ആണെന്ന് വിചാരിക്കും. യെസ്. അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. എന്താണ്? ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്തെന്നാന്ന് നിങ്ങൾക്ക് അറിയാം. ഒരു യൂണിറ്റ് ഏരിയ എടുത്താൽ അതിൽ കൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ദ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമൽ ടു ദി ഏരിയ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇക്വേഷനും കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. നിർബന്ധമായിട്ട് ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷന് E.ds എന്ന് പറയുന്ന ഐഡിയ ഒക്കെ ഓർത്തിരിക്കുക. ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് ഗോസസ് തിയറം. അപ്പോൾ ഗോസസ് തിയറം ഒക്കെ പഠിച്ചു വെക്കണം. എന്താ ഗോസസ് തിയറം പറയുന്നത്? ഒരു the total electric flux passing through any closed surface is equal to 1 by epsilon 0 times total charge enclosed by the surface. ശരിയാണ്. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ ഒരു സർഫസ് എടുത്തു. ഇപ്പൊ ഇവിടുത്തെ ചാർജ്, ഇവിടെ ഒരു ചാർജ് ഉണ്ട് Q1, ഇവിടെ ഒരു ചാർജ് ഉണ്ട് Q2, ഇവിടെ ചാർജ് ഉണ്ട് Q3. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ടോട്ടൽ ഫ്ലക്സ് ഫൈ എന്ന് ആ ക്ലോസ്ഡ് സർഫസ്, ഈ ക്ലോസ്ഡ് സർഫസ് വെച്ചിട്ടാണ് പറയുന്നത് എപ്പോഴും. അതിനാണ് ഗോസിയൻ സർഫസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറഞ്ഞാൽ, ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് ആ ക്ലോസ്ഡ് സർഫസ് എൻക്ലോസ് ചെയ്യുന്ന ടോട്ടൽ ചാർജിന്റെ 1/ε0 ടൈംസ് എടുത്താൽ മതി. അപ്പൊ അത് എൻക്ലോസ് ചെയ്യുന്ന ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ ഇവിടെ Q1 എന്ന് പറഞ്ഞ ചാർജ് ഉണ്ട്, അതുപോലെ ഇവിടെ Q2 എന്ന് പറഞ്ഞ ചാർജ് ഉണ്ട്, ഡിവൈഡഡ് ബൈ ε0 എടുത്താൽ നിങ്ങൾക്ക് അവിടുത്തെ ടോട്ടൽ ഫ്ലക്സ് കിട്ടും. കണ്ട, Q3 എന്ന് പറയുന്ന ഔട്ട്സൈഡ് ചാർജ് ആണ്, ആ സർഫസ് എൻക്ലോസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് അത് Q3 കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇതാണ് ഗോസസ് തിയറം പറയുന്ന ഐഡിയ. നമുക്ക് നല്ലൊരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി വരാം. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? നിങ്ങൾ ഈ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു 1-2 ഐഡിയ കൂടി ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പം അവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു ക്യൂബ്, ഇതൊരു ക്യൂബ് ആണെന്ന് അസ്യൂം ചെയ്യുക. ഒരു ക്യൂബ്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഒരു ക്യൂബ്, ഈ ഒരു ക്യൂബ് എടുത്താൽ ഈ ക്യൂബിന്റെ എക്സാക്ട് സെന്റർ അകത്തൊരു ചാർജ് ഇരിപ്പുണ്ടെന്ന് വിചാരിക്കുക. ഒരു ക്യൂ ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ക്യൂ ചാർജ് ആ ക്യൂബിനെ എൻക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ ഫ്ലക്സ് ഫൈ എന്ന് പറയുന്നത്, ഫ്ലക്സ് ടോട്ടൽ ഫ്ലക്സ് ഫൈ, ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താ? ക്യൂ, ടോട്ടൽ ചാർജ് ക്യൂ ആണ് അല്ലേ, ഡിവൈഡഡ് ബൈ ε0 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇനി അവർ നമ്മളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ ഫ്ലക്സ് ത്രൂ വൺ ഫേസ്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ കാണുന്ന ഈ സൈഡ് ഫേസ്, ഞാനിപ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് വരയ്ക്കുവാണ്. ഈ കാണുന്ന ഈ ഒരു സൈഡ് ഫേസ്, ആ ഒരു ഫേസിന് എൻക്ലോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഫേസുമായിട്ട് വരുന്ന ലിങ്കേജ് വരുന്ന ഫ്ലക്സ് എത്രയാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടെ ടോട്ടൽ എത്ര ഫ്ലക്സ്, ടോട്ടൽ എത്ര ഫേസ് ഉണ്ട്? ഇവിടെ ഒരു ഫേസ് 1 ഉണ്ട്, ഈ സൈഡിൽ ഒരു ഫേസ് 2 ഉണ്ട്, അല്ലെങ്കിൽ ചുറ്റിനും 4 എണ്ണം ഉണ്ട്, മുകളിലും താഴെയും കൂടെ ആകുമ്പോൾ നമുക്കറിയാം ഒരു ക്യൂബാണ്, 6 ഫേസ് ഉണ്ട്. ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് ഫൈ ഈക്വൽ ടു Q/ε0 ആണ്. അങ്ങനെയാണെങ്കിൽ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് വൺ ഫേസ് എന്ന് പറയുന്നത് ടോട്ടൽ എത്രയാ? Q/ε0 ആണ്. അങ്ങനത്തെ എത്ര ഫേസ് ഉണ്ട്? 6 ഫേസ് ഉണ്ട്. അപ്പൊ അത് 1/6 ആയിട്ട് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യപ്പെടും. അപ്പൊ ഒരു ഫേസിൻ്റെത് ചോദിച്ചാൽ Q/6ε0 ആണ്. അങ്ങനെ എൻക്ലോസ് ചെയ്യണം. എപ്പോഴും ചാർജിനെ എൻക്ലോസ് ചെയ്തിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഇതേപോലെ അവര് ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് നോക്കിക്കേ. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, എന്നാൽ ഇത് മനസ്സിലാവത്തില്ല, ശ്രദ്ധിച്ചിരിക്കണം. എന്താ ചോദിച്ചിരിക്കുന്നത്? എ പോയിന്റ് ചാർജ് Q ഈസ് പ്ലേസ്ഡ് അറ്റ് 1. നമുക്ക് ഈ ക്യൂബിന്റെ പടം ഇങ്ങോട്ട്, ഈ ക്യൂബ് ഞാൻ ഇങ്ങോട്ടൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുവാണേ. ഈ ക്യൂബ് ഞാൻ ഇങ്ങോട്ടൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാണ്, വരച്ച് സമയം കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണേ. കുഴപ്പമില്ല. ഇതൊരു ക്യൂബ് ആണെന്ന് തന്നെ അസ്യൂം ചെയ്തു. ഓക്കെ. ഇനി ഇവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്? എ പോയിന്റ് ചാർജ് Q ഈസ് പ്ലേസ്ഡ് അറ്റ് 1 കോർണർ ഓഫ് ക്യൂബ്. ആണ്ട് ഈ ക്യൂബിന്റെ ഒരു കോർണറിൽ കൊണ്ടുവെക്കണം. 1 കോർണർ ഓഫ് ക്യൂബ്, 1 കോർണർ ഓഫ് ക്യൂബ് ഓഫ് എഡ്ജ് എ. അതായത് ഇതിന്റെ സൈഡ് എഡ്ജ് എ ആണ്, എഡ്ജ് എ ഉള്ള അതിന്റെ ഒരു കോർണറിൽ കൊണ്ട് നമ്മൾ ചാർജ് വെച്ചു, ഒരു കോർണറിൽ കൊണ്ട് ചാർജ് വെച്ചു. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? ദ ഫ്ലക്സ് ത്രൂ ഈച്ച് ഓഫ് ദ ക്യൂബ് ഓഫ് ഫേസ്.
അടിപൊളി. നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതെങ്ങനെ ചെയ്യാം? എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ക്യൂ ചാർജിനെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എൻക്ലോസ് ചെയ്യണം. എങ്ങനെ എൻക്ലോസ് ചെയ്യാം? ദാ ഇവിടെ നിങ്ങൾ നോക്ക്. ഞാൻ ഈ ക്യൂബിനെ ഒന്നുകൂടി എടുത്ത് ഒരു ക്യൂബ് ഇവിടെ വെച്ചു. എൻക്ലോസ് ആയോ? ഇല്ല. അതേപോലെ തന്നെ ഒരു ക്യൂബ് എടുത്ത് ദാ ഇവിടെ വെച്ചു. കണ്ടോ? ഇവിടെ വെച്ചു. സ്റ്റിൽ അത് എൻക്ലോസ് ആയോ? ആയിട്ടില്ല. അപ്പൊ ഇതേപോലെ വീണ്ടും ഒരു ക്യൂബ് എടുത്ത് ഈ സെയിം ക്യൂബ് ദാ ഇവിടെ വെച്ചു. ഇവിടെ വെച്ചു. അപ്പൊ ഇപ്പൊ എത്ര എണ്ണം വെച്ച് ഞാൻ? 4 എണ്ണം വെച്ചു. സ്റ്റിൽ എൻക്ലോസ് ആയോ? എൻക്ലോസ് ആയിട്ടില്ല. കാര്യം എൻക്ലോസ് ചെയ്യണം. സ്റ്റിൽ ദാ ഇവിടെ ക്യൂ ചാർജ് പുറത്തിരിപ്പുണ്ട്. കണ്ടോ? ഇവിടെ ക്യൂ ചാർജ് കാണാം. അപ്പം താഴെ നിങ്ങൾ 4 എണ്ണം വെച്ച പോലെ തന്നെ മുകളിലേക്ക് 4 എണ്ണം വെക്കുക. അപ്പൊ നിങ്ങൾ എത്ര എണ്ണം വെച്ചു? 8 എണ്ണം വെച്ചു. അപ്പൊ 8 ക്യൂബ് വെച്ച് കവർ ചെയ്താലേ ആ കോർണറിൽ ഇരിക്കുന്ന ഒരു ക്യൂ ചാർജ് കംപ്ലീറ്റ്ലി കവേർഡ് ആവുകയുള്ളൂ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും അവിടുത്തെ ടോട്ടൽ ഫ്ലക്സ് ഫൈ എന്ന് പറയുന്നത് ക്യൂ ബൈ എപ്സിലോൺ 0 ആണ്. ക്യൂ ചാർജ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ആണ്. ഇത് ടോട്ടൽ ഫ്ലക്സ് ആണ്. ഇത് ടോട്ടൽ ഫ്ലക്സ് ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് 1 ക്യൂബ് എന്ന് പറയുന്നത് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് 1 ക്യൂബ്. എത്ര ക്യൂബ് വെച്ച് അത് മറയ്ക്കാൻ? താഴെ 4 എണ്ണം വെച്ചു, മുകളിൽ 4 എണ്ണം വെച്ചു. അപ്പൊ മൊത്തം എത്രയായി? 4 4 8 എണ്ണം വെച്ചു. സോ അത് ക്യൂ ബൈ 8 എപ്സിലോൺ 0 ആയി. കാര്യം 8 എണ്ണം വെച്ച് കഴിയുമ്പോൾ 8 പേരിലേക്കും ഷെയർ ചെയ്യപ്പെടും. അപ്പൊ ഒരാൾക്ക് കിട്ടുന്നത്, ഒരു ക്യൂബിന് കിട്ടുന്നത് അതിന്റെ 1/8 ആയിട്ട് മാറി. പക്ഷെ ചോദിച്ച ഒരു ക്യൂബിന്റെ ആണോ? അല്ല. അവർ ചോദിച്ചത് എന്താണ്? അങ്ങനെ കോർണറിൽ വെച്ചാൽ ദ ഫ്ലക്സ് ത്രൂ ഈച്ച് ഓഫ് ദി ക്യൂബ് ഫേസ് ആണ്. ക്യൂബിന്റെ കോർണറിൽ ഇരിക്കുന്നതും അല്ല ചോദിച്ചത്. ഇങ്ങനെ ഒരു ക്യൂബ് ഉണ്ടെങ്കിൽ, ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം എല്ലാവരും, ഇങ്ങനെ ഒരു ക്യൂബ് ഉണ്ടെങ്കിൽ അതിന്റെ കോർണറിൽ ഇരിക്കുമ്പോഴുള്ള ഫേസിൽ കൂടെ പോകുന്നതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ചാർജ് ഇപ്പൊ റൈറ്റ് നൗ ഇരിക്കുന്ന ആക്ച്വലി ഇവിടെയാണ്. അതിൽ നമുക്കറിയാം ഈ ടോപ്പ് ഫേസിൽ ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാക്കില്ല. ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൽ കൂടെ പെനിട്രേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകണം. അപ്പൊ ടോപ്പ് ഫേസിൽ ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാക്കില്ല. ഈ സൈഡ് ഫേസിൽ ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാക്കുന്നില്ല. അതുപോലെ ബാക്ക് ഫേസ് എന്ന് പറഞ്ഞാൽ ഈ ബാക്കിലത്തെ ഫേസ്, ആ നിങ്ങളുടെ കാണുന്ന സ്ക്രീനിന്റെ സർഫസിനോട് ചേർന്നിരിക്കുന്ന ഫേസിലും ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാക്കുന്നില്ല. ഇവൻ ഫ്ലക്സ് ലിങ്കേജ് ഏതൊക്കെ ഫേസിനാണ് ഉണ്ടാക്കുന്നത്? ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാക്കുന്ന ഫേസ് നമുക്ക് വരച്ചു നോക്കാം. അതായത് ഈ ഫേസുമായിട്ട് ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാക്കുന്നുണ്ട്. 1 ഉറപ്പായിട്ടും ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ തറയിൽ ഇരിക്കുന്ന ഫേസുമായിട്ട് ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാക്കുന്നുണ്ട്. കാര്യം പെനിട്രേഷൻ നടക്കുന്നുണ്ട് അവിടെ. സോറി, ഈ തറയിൽ ഇരിക്കുന്ന ഫേസുമായിട്ടും ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഈ കാണുന്ന സർഫസുമായിട്ടും ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയാം ആ 3 ഫേസുമായിട്ട് അവൻ ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഈ ക്യൂബിന് കിട്ടുന്നത് 1/8 ആണ്. അങ്ങനത്തെ 3 ഫേസുമായിട്ട് ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് 1 ഫേസ് എന്ന് പറയുന്നത് ഒരു ക്യൂബിന് കിട്ടുന്നത് തന്നെ Q/8 എപ്സിലോൺ 0 ആണ്. അങ്ങനത്തെ 3 ഫേസ് ആകുമ്പോൾ അത് 1/3 ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ 3 × 8 24 ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെടണം. Q/24 എപ്സിലോൺ 0 എന്ന് പറയാൻ പറ്റും. ഐഡിയ മനസ്സിലാവുന്നു കേട്ടോ? ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. Q/24 എപ്സിലോൺ 0 എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ മക്കളെ? ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ സമയക്കുറവ് കൊണ്ടും ആണ് ഒരുമാതിരി ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിർബന്ധമായിട്ടും ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ ഗോസസ് തിയറം വരെ ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് കൂടുതൽ അങ്ങോട്ട് ഐഡിയാസ് പറയാനാണെങ്കിൽ നിങ്ങൾ ഇനി നോക്കേണ്ടത് കണ്ടക്ടിങ് നോൺ കണ്ടക്ടിങ് ഷെല്ല്, അതുപോലെ പ്ലെയിൻ ഷീറ്റ് എന്നൊക്കെയുള്ള തിക്ക് ഷീറ്റ് എന്നൊക്കെയുള്ള അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള കാര്യങ്ങളൂടെ ഒക്കെ ഒന്ന് നോക്കുക. എങ്കിൽ പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കോൺസെപ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡൈപോള്, ഇലക്ട്രിക് ഫീൽഡ്, അതേപോലെ തന്നെ കുളംസ് ലോ, അങ്ങനത്തെ ഐഡിയ ഒക്കെ ഡിസ്കസ് ചെയ്തു. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് വൃത്തിക്ക് നോക്കണം. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നിങ്ങൾക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക്സ് പോലെ ഒരു വലിയ ചാപ്റ്റർ 1 മണിക്കൂറിന്റെ ക്ലാസ്സിൽ ഫുൾഫില്ല് ചെയ്യുക എന്നുള്ളതല്ല, ബട്ട് സ്റ്റിൽ ഒരു റിവിഷൻ പോലെ അതോടൊപ്പം തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾക്ക് കോൺഫിഡൻസ് തരിക. ഇതിന്റെ കൂടെ തന്നെ ആ ടോപ്പിക്കിലെ
ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് നിങ്ങളിലേക്ക് എത്തിച്ച് നല്ല കുറെ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നതാണ് നമ്മുടെ ഈ വീഡിയോ ക്ലാസ്സിന്റെ ഉദ്ദേശം. അപ്പം നിങ്ങൾ നിർബന്ധമായിട്ടും ഇവിടുത്തെ ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാൻ പാടില്ല. പ്രോപ്പറായിട്ട് എല്ലാ ക്ലാസ്സുകളും കാണുക. കൃത്യമായി സാറുമാരുടെ കൂടെ തന്നെ പഠിച്ചു പോവുക. ആ ലൈവ് കണ്ടതിന് ശേഷം എൻ്റെ ഈ വീഡിയോ ക്ലാസ് കണ്ടതിന് ശേഷം നിർബന്ധമായി നിങ്ങൾ എന്ത് ചെയ്യണം? ഇലക്ട്രോസ്റ്റാറ്റിക്സിലുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു 10-50 ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്തിരിക്കണം. പിന്നെ പുതിയ ക്വസ്റ്റ്യൻസ് ഒരുപാടൊന്നും എടുത്ത് ചെയ്യണമെന്നില്ല. നിങ്ങൾ ഓൾറെഡി പഠിച്ച മെറ്റീരിയൽ അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന മോക്ക് എക്സാം അങ്ങനത്തെ ഏത് ക്വസ്റ്റ്യനിൽ നിന്നും ഒക്കെ എടുത്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവരുടെയും പഠിത്തമൊക്കെ അടിപൊളിയായിട്ട് പോകട്ടെ. മാക്സിമം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക. വരുന്ന റീനീറ്റ് നമ്മൾ അടിപൊളിയാക്കും. അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിനും നിങ്ങൾ ഈ ചാനലൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ ഒരു സപ്പോർട്ടും നിങ്ങൾ തരുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, അതാണ് നമുക്കുമുള്ള ഡ്രൈവിംഗ് ഫോഴ്സ്. അപ്പൊ നമുക്ക് ഇനിയും പുതിയ ടോപ്പിക്കുകളും ക്ലാസ്സുകളുമായിട്ട് കണ്ടുമുട്ടാം. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.